മാതൃഭൂമി ന്യൂസ് കോർ പോൾ ട്രെൻഡ് സർവേയുടെ മൂന്നാം ദിനം പൂർത്തിയാകുമ്പോൾ LDFന് നേരിയ മുൻതൂക്കം. 105 മണ്ഡലങ്ങൾ പരിഗണിച്ചപ്പോൾ 50 മുതൽ 55 വരെ സീറ്റുകൾ LDFനും 49 മുതൽ 54 വരെ സീറ്റുകൾ UDFനും എന്നാണ് പ്രവചനം. മന്ത്രിമാരായ വീണ ജോർജിനും കടന്നപ്പള്ളി രാമചന്ദ്രനും കാര്യങ്ങൾ അത്ര എളുപ്പമായേക്കില്ല. ആറന്മുളയും കണ്ണൂരും ടൈറ്റ് ഫൈറ്റ് ആണെന്നും സർവേ വിലയിരുത്തുന്നു. റോഷി അഗസ്റ്റിനും വി അബ്ദുറഹ്മാനും തോൽക്കാനാണ് സാധ്യതയെന്നും സർവേ പ്രവചിക്കുകയാണ്. LDF 50, UDF 49, NDA 0, ടൈറ്റ് ഫൈറ്റ് 6. 105 മണ്ഡലങ്ങളിലെ സർവേ ഫലം അനുസരിച്ച് നേരിയ മുൻതൂക്കം LDFന് 50 മുതൽ 55 വരെ സീറ്റുകൾ, UDFന് 49 മുതൽ 54 വരെ സീറ്റുകൾ. 50 LDFനും 49 UDFനും മുൻതൂക്കം. 6 എങ്ങോട്ട് വേണമെങ്കിലും മറിയാവുന്ന സ്ഥിതി. ഇന്ന് പരിഗണിച്ച 35 മണ്ഡലങ്ങളിൽ 3 സസ്പെൻസ്. അതിലൊന്ന് ആറന്മുള. ആരോഗ്യമന്ത്രി വീണ ജോർജിന് കാര്യങ്ങൾ എളുപ്പമല്ല. ടൈറ്റ് ഫൈറ്റ് ആണ്. മന്ത്രി വീണ ജോർജ് ഒരു ശക്തമായ മത്സരത്തെ നേരിടുന്നു. കണ്ണൂരിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും സ്ഥിതി വ്യത്യസ്തമല്ല. ബലാബലം ടൈറ്റ് ഫൈറ്റ് ആണ്. വീണ്ടും ടൈറ്റ് ഫൈറ്റ്. അവിടെ പക്ഷേ അല്പം മുന്നിൽ കോൺഗ്രസിന്റെ മോഹനാണ്. കാട്ടാക്കടയിലും ടൈറ്റ് ഫൈറ്റ് ആണ്. ബലാബലം. മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരേക്ക് മാറിയത് ഫലം കണ്ടില്ലെന്ന് സർവേ സൂചിപ്പിക്കുന്നു. ഇല്ല, ലീഗ് തന്നെ മുമ്പിൽ 47.62, കുറുക്കോളി മൊയ്തീൻ 43.78, വി അബ്ദുറഹ്മാൻ 8.6 NDA സ്ഥാനാർത്ഥി നാരായണൻ മാസ്റ്ററുടെ സ്കോർ. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനും ആശങ്കാജനകമാണ് കാര്യങ്ങൾ. ഇടുക്കിയിൽ റോയ് കെ പൗലോസ് എന്ന സർവേ രണ്ടാം സ്ഥാനത്തേക്ക് റോഷി അഗസ്റ്റിൻ മാറുന്നു. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ രണ്ടാമത് തന്നെ. AK അഷ്റഫിന് നേരിയ മുൻതൂക്കമെന്ന കണക്കുകൾ. ഇല്ല, ലീഗിന് സേഫ് ആണ്. AK അഷ്റഫ് ഒരിക്കൽ കൂടി 40.54, AK അഷ്റഫ് 37.10, NDAയുടെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ 22.36 KR ജയാനന്ദ LDFന്റെ സ്ഥാനാർത്ഥിക്കുള്ളത്. കുന്നമംഗലത്ത് PTA റഹീമിനും കുട്ടനാട്ടിൽ തോമസ് കെ തോമസിനും തോൽവി അറിയേണ്ടി വരും. 2 മണ്ഡലങ്ങളും UDF പിടിച്ചെടുക്കും. അവിടെ ആര് ജയിക്കും? ആർക്കാണ് മുൻതൂക്കം? UDF കുന്നമംഗലം പിടിക്കുന്നു. കുട്ടനാട് UDF പിടിച്ചെടുക്കുന്നു എന്നാണ് സൂചന. 49.7, വലിയ ലീഡാണല്ലോ. 12.06 ലീഡ് രജിച്ചറിയാൻ. നാദാപുരവും ചവറയും UDF പിടിച്ചെടുക്കുമെന്നാണ് സർവേയുടെ പ്രവചനം. മന്ത്രി കെ രാജന് ഒല്ലൂരിൽ വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കണക്ക്. തലശ്ശേരിയിൽ കാരായി രാജനും വലിയ മാർജിൻ ലഭിച്ചേക്കും. നാദാപുരത്ത് മാറ്റം. KM അഭിജിത്ത് 48.72, പി വസന്തം 44.36. ഒല്ലൂരിൽ വലിയ മുൻതൂക്കം LDFനുണ്ട് എന്നാണ് കോർ പ്രൊജക്ട് ചെയ്യുന്നത്. 49.59 കാരായി രാജൻ അനുകൂലമായി ലഭിക്കും എന്നാണ് ട്രെൻഡ്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. 57.38 പിണറായി വിജയൻ അനുകൂലമായി ലഭിക്കുന്ന വോട്ട് എന്നാണ് ട്രെൻഡ് പറയുന്നത്. തളിപ്പറമ്പിൽ ശ്യാമള ടീച്ചർ, ഇരിങ്ങാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദു, നെടുമങ്ങാട്ട് മന്ത്രി GR അനിൽ, ചടയമംഗലത്ത് മന്ത്രി ചിഞ്ചുറാണി. അനൗൺസ്മെന്റ് വിവാദം നടക്കുന്ന പേരാമ്പ്രയിൽ സർവേ ഫലം TP രാമകൃഷ്ണന് അനുകൂലമാണ്. വലിയ അട്ടിമറികളിൽ ഒന്നാണോ ട്രെൻഡ്? എന്തായാലും കോർ പറയുന്നത് അങ്ങനെയല്ല. 48.64 ഉണ്ട് TPക്ക്, 41.91 ഫാത്തിമ. പേരാമ്പ്രക്കാർക്ക് അദ്ദേഹം ഒരു കാരണവരെ പോലെ ഒരു പ്രതീതിയാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിൽ. യൂത്തിനിടയിലും മികച്ച സപ്പോർട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷമാണ് ഈ വിവാദങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഈ സാമ്പിൾ ശേഖരിക്കുന്ന ഘട്ടത്തിൽ ഈ അനൗൺസ്മെന്റ് വിവാദവും മറ്റു വിവാദങ്ങളൊന്നും വന്നിട്ടില്ല. കടുത്തുരുത്തി, തൃപ്പൂണിത്തുറ, തൃക്കാക്കര, ആലുവ, വേങ്ങര, മണ്ണാർക്കാട്, വണ്ടൂർ, പെരിന്തൽമണ്ണ, കോട്ടക്കൽ എന്നീ മണ്ഡലങ്ങളിൽ UDF ജയം തുടരുമെന്നാണ് സർവേ പറയുന്നത്. ഉടുമ്പൻചോല, പുനലൂർ, കോന്നി, പാറശാല, പട്ടാമ്പി, ആറ്റിങ്ങൽ, കോഴിക്കോട് നോർത്ത്, തരൂർ എന്നീ മണ്ഡലങ്ങൾ ഇടതുമുന്നണിയും നിലനിർത്തും. 35 മണ്ഡലങ്ങൾ, അവസാനത്തെ 35 മണ്ഡലങ്ങൾ നാളെ വൈകുന്നേരം 7 മണി മുതൽ. നമുക്ക് ഈ സ്കോറുമായി ഇന്നത്തേക്ക് പിരിയാം. ഗുഡ് നൈറ്റ്. ഇനി നാളെ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.